ട്രേഡേഴ്സ് വെൽക്കം ബാക്ക്. ഇന്നത്തെ മാർക്കറ്റ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മോർണിംഗിൽ എടുത്ത ട്രേഡ് രാവിലെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരുന്നു. ഒരു 1:3 അല്ലെങ്കിൽ 1:4 റിസ്ക് വാർഡിൽ നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ എടുത്തത് നിഫ്റ്റിയിലായിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത സെയിം സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത സിനാരിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റത്തെ 2-3 ക്യാൻഡിലിൽ ഏകദേശം 0.75% എന്ത് ചെയ്തു, ഒരു പുൾ ബാക്ക്, അത്രയും നല്ലൊരു പുൾ ബാക്ക് തന്നതിന് ശേഷം റിജക്ഷൻ സംഭവിച്ച് ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴെ വരികയാണ് ചെയ്തത്. ഇന്ന് നിഫ്റ്റിയിലും സെയിം സിനാരിയോ ആണ് സംഭവിച്ചത്. ഏകദേശം ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റിനെ സംബന്ധിച്ച് 0.75% ആയിരുന്നു ഈ ഒരു മൂവ്മെന്റ് കാണിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു, കറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. ആദ്യം 25,518 റൗണ്ട് ലെവലിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ചെയ്തു ഒരു ഷുവർ ഷോർട്ട് ട്രേഡ് കിട്ടുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ തന്നിട്ടാണ് എന്ത് ചെയ്ത് മാർക്കറ്റ് താഴെ വന്നത്. ഇതിൽ നമുക്കറിയാം 25,400 അവിടെ ഭാഗത്ത് കുറച്ച് സമയം കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ്. ഈ സമയത്തും മാർക്കറ്റിൽ സ്പോട്ടിന്റെ ചാർട്ടിൽ ഡൗൺ സൈഡ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രീമിയത്തിൽ കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം നോക്കാൻ പറ്റും. പ്രീമിയം ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്യുന്നത് ആ സൈഡിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് ഒരു സൈഡിൽ സിംഗിൾ ക്യാൻഡിൽ നിൽക്കുന്ന സമയത്ത് ആ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രീമിയം കയറുന്നുണ്ടോ നോക്കാം. കോളിൻ്റെ ആണോ പുട്ടിൻ്റെ ആണോ പ്രീമിയം കയറുന്നത് ആ സൈഡിലേക്കായിരിക്കും മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡെയിലി ക്യാൻഡിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഡൗൺ സൈഡ് പാള് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ മാർക്കറ്റിന്റെ പാൾ എന്ന് പറയുന്നത് ഏകദേശം 2.12% നിഫ്റ്റി പാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ 25,400 അല്ലെങ്കിൽ 25,500 അടുത്തൊക്കെ മാർക്കറ്റ് പാളിങ് നിൽക്കും എന്നുള്ളതായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്തു, ഷാർപ്പായിട്ട് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, ഒരു ഇൻവെർട്ടർ ഹാമർ ഫോം ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പാളിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുൾ ബാക്കിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാൻ പറ്റും. ഈ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം പറയാം. നമുക്ക് നമ്മൾ ഫെബ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഏകദേശം ഒരു 0.61 താഴെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 0.786 വരെ വരും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ഈ ഒരു ലെവല് 0.786 എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇത് 25,134 വരേക്ക് വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനും എന്ത് ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ ബ്രേക്ക് ഔട്ട് അല്ല നമ്മൾ പറയാം, അല്ലെങ്കിൽ സിമ്പിൾ ട്രെൻഡ് റിവേഴ്സൽ അല്ല, ഒരു പാറ്റേൺ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏതെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം. അതിലേക്ക് എന്ത് ചെയ്യണ്ട, നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്യേണ്ട. അപ്പോൾ നാളേക്ക് നമുക്ക് എന്തായാലും നിഫ്റ്റിയിലെ ട്രേഡൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് നിഫ്റ്റി ബാങ്ക് ഒന്ന് നോക്കാം ആദ്യം. നിഫ്റ്റി ബാങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു സിനാരിയോ, നിഫ്റ്റി ബാങ്കിൽ നിൽക്കുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന 0.786 അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ 2 ദിവസം ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ട്രേഡ് മാക്സിമം ട്രേഡുകൾ നമുക്ക് ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് സൈഡ് തന്നെ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. എപ്പോഴും ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു റിവേഴ്സൽ നോക്കുക, റിവേഴ്സലിന് ശേഷമുള്ള അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിന് ശേഷമുള്ള ട്രേഡുകളായിരിക്കും നല്ലത്. പക്ഷെ നാളെ എന്നത്തെയും പോലെ ഫുഡ് സൈഡ് എടുക്കും ചെയ്യുന്നില്ല, വലിയ ക്വാണ്ടിറ്റികളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ പകുതിയോ അതിൽ താഴെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡൗൺ സൈഡ് എടുക്കും, അപ്പ് സൈഡ് എടുക്കുന്ന ട്രേഡിൽ പ്ലാൻ ചെയ്യുന്നുള്ളൂ. കാരണം 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു പാള് തന്നിട്ടുണ്ട്. നമുക്ക് ഡെയിലി ക്യാൻഡിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 54,500 നിലവിൽ 51,600 ഏകദേശം 3000 പോയിന്റിന്റെ പാൾ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് തന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇനി വലിയൊരു പാള് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്നതിന് അനുസരിച്ച് ഈ ഇവിടെ ഉണ്ടാക്കിയ പോലെ ഒരു കൺസോൾട്ടേഷൻ ശേഷമോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ചെറിയ നാളെ ഒരു ഹാൾട്ട് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം കൂടെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ്. ഇവിടെ നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്ത്,
നമുക്ക് 12:30 ശേഷം മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് ട്രെൻഡ് പിടിക്കാന്നുള്ളത്. ഇന്നും നോക്കിയാൽ മതി. 12 മണിക്ക് ശേഷമുള്ള ട്രേഡ് ഡൗൺ സൈഡാണ് വന്നത്. 52,900 51,790 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. സെൻസെക്സും സെയിം സിനാരിയോ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പോയിന്റ് മൂവ്മെന്റ് ഡൗൺ സൈഡ് പാട് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 82,000 വരേക്ക് എന്ത് ചെയ്യും വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടും, അതേപോലെ 81,425 വരേക്ക് എന്ത് ചെയ്യാം സെൻസെക്സ് വരാം. പക്ഷെ ഇത്രയും നല്ലൊരു പാട് തന്നിട്ട് ഇനി നാളെ ഇതിന് കണ്ടിന്യൂഷൻ കിട്ടണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യാം നാളെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി. രണ്ടാമത്തത് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 83,000 അടുത്തൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് മോൾക്കല്ല ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴും ഡൗൺ സൈഡ് ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് ഒരു സിനാരി കാണിക്കുകയാണെങ്കിൽ റിവേഴ്സൽ ക്യാൻഡിൽസ് കാണിക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതും ഇന്നത്തെ ക്ലോസിൻ്റെ അതുവരെ അത് താഴെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്ത സമയത്ത് നല്ല മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഇനി രാവിലെ തന്നെ ആണെങ്കിൽ പോലും ക്വാണ്ടിറ്റി കുറച്ച് ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ പകുതിയോ അതിലധികം കുറച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ ഡൗൺ സൈഡ് ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നുള്ളൂ. നിഫ്റ്റിയിൽ എന്തായാലും ഇന്ന് എക്സ്പയറി കഴിഞ്ഞുകൊണ്ട് നാളെ ട്രേഡ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഫുഡ് സ്പ്രെഡ് ചെയ്യാം. ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ട് കുറച്ചപ്പുറത്തുള്ള ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ റിസ്ക് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.